ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ലോകരക്ഷിതാവായ അള്ളാഹു പറയുന്നത്, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത്. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത്, ആകാശത്തെ മേൽപ്പൂരിയാക്കി തന്നത്, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മഴവെള്ളം ഇറക്കി തന്ന് നിങ്ങൾക്ക് കഴിക്കാനുള്ള കായ്കനികൾ ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ച് തന്നത് അവനാണ്. ഇതെല്ലാം ചെയ്തു തന്നത്, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ സംവിധാനിച്ചവനായ ആ സാക്ഷാൽ ദൈവമാണ് എന്നിരിക്കെ, പടച്ചവനാണ് എന്നിരിക്കെ, അറിഞ്ഞുകൊണ്ടൊരിക്കലും അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരം ഉണ്ടാക്കരുത്. 2-ാം അധ്യായം അൽ-ബഖറ സൂറത്തിൻ്റെ 21-22 വചനങ്ങളിൽ അധ്യാപനമാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനപരമായി പറയുന്നത് ഈ ഏകനായ ദൈവത്തെ ആരാധിക്കണം എന്ന് തന്നെയാണ്. ഭാരതീയ വേദപ്രമാണങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വേദപ്രമാണങ്ങളിലെ ശ്രുതിവചനങ്ങളുണ്ട്. അതിലെ കേനോപനിഷത്തിന്റെ പ്രഥമ ഖണ്ഡത്തിൽ 6-7 ശ്ലോകങ്ങൾ. യച്ചുഷാന പശ്വതി ഏന ചക്ഷും ശിപശ്വതി തദൈവ ബ്രഹ്മത്വം വിധിനേതം യദിദം ഉപാസതെ. യച്ചോത്രേണ ശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം തദൈവ ബ്രഹ്മത്വം വിധിനേതം യദിദം ഉപാസതെ. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയതും യാതൊന്നാണോ അവനെയാണ് നീ ബ്രഹ്മമെന്ന് അറിയേണ്ടത്, അവനെയാണ് നീ ആരാധിക്കേണ്ടത്. കണ്ടുകൊണ്ട് കണ്ടാരാധിക്കാൻ കഴിയുന്നതൊന്നും ബ്രഹ്മമല്ല. കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തതും എന്നാൽ നിന്റെ കാതുകൾക്ക് കേൾവിശക്തി നൽകിയതും യാതൊന്നാണ്, അവനെയാണ് നീ ബ്രഹ്മമെന്നറിയേണ്ടത്. കാതുകൊണ്ട് കേട്ടാരാധിക്കാൻ കഴിയുന്നതൊന്നും ബ്രഹ്മമല്ല. സാക്ഷാൽ ആരാധ്യൻ അള്ളാഹു, അവനെയാണ് നാം ആരാധിക്കേണ്ടത്. അവനിൽ യാതൊന്നിനെയും നാം പങ്കു ചേർക്കാൻ പാടുള്ളതല്ല.